പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യമേറിയ നാമം മഹത്വപ്പെടട്ടെ. ഒത്തിരി സന്തോഷം തോന്നിയ ഒരു ദിവസമാണിന്ന്. ഞാൻ രാവിലെ ഇവിടെ വന്ന് കയറിയപ്പം നമ്മുടെ ചെറുപ്പക്കാരെല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടപ്പം ഇച്ചിരി കൂടെ നേരത്തെ ഞങ്ങൾ മാറിക്കൊടുത്തിരുന്നെങ്കിൽ എന്നൊരു കുറ്റബോധം എനിക്കുണ്ടാകുവാനിടയായിട്ട്, ഇത്ര അടുക്കോടെ ചിട്ടയോടുകൂടെ ഈ ക്യാമ്പ് നടത്താൻ ദൈവം ഉപയോഗിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സെഷന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ ബിബിൻ ഷൗമേൽ, YPCക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ സ്റ്റേറ്റിലും ജനറൽ കമ്മിറ്റിയിലുമായി നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞ് അനുജന്മാർ, പ്രിയ ടിപ്സൺ, പ്രിയ രൂപോസിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് കമ്മിറ്റി, അങ്ങനെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഏറ്റവും മനോഹരമായ നിലയിൽ കർത്താവിനെ പാടി കർത്താവിൻ്റെ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ലോഡ്സൺ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ക്വയർ ടീം, നിങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ലോഡ്സൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്. ഞാൻ ഓർക്കുന്നു, എനിക്ക് 11 വയസ്സും ലോഡ്സന് 12 വയസ്സും, എന്നേക്കാൾ 1 വയസ്സോടെ മൂത്തതാണ്. ഞങ്ങൾ ഞാനാ ഇളയത് ഉള്ള സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ചെല്ലാനത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചു. അതിനുശേഷം 32 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ ക്യാൻബറയിൽ AUPCയുടെ കോൺഫറൻസിൽ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കാൻ ദൈവം സഹായിച്ചു. ഈ രാജ്യങ്ങളിലൊക്കെ പോകുമ്പം ഞാൻ അതിശോക്തിയൊന്നും പറയല്ല, ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് ആരാ പാടുന്നത്. ലോഡ്സനൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക സന്തോഷമാണ്, മറ്റൊന്നും കൊണ്ടല്ല. ഒരേ പ്രസ്ഥാനത്തിനകത്ത് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഞങ്ങൾക്കൊക്കെ ഇതിനൊന്നും ഒരു യോഗ്യതകളും ഉള്ളവരല്ല. ഞങ്ങൾക്കാർക്കും മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റോൾ മോഡലായിട്ട് ഗോഡ് ഫാദേഴ്സായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം ഈ നിലകളിൽ ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുവാൻ ദൈവത്തിൻ്റെ അവസരങ്ങളെ ഓർക്കുന്നു. ന്യൂഡിയ ദൈവസഭയ്ക്ക് ദീർഘവർഷങ്ങൾ നേതൃത്വം നൽകിയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ VA തമ്പി ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു, പ്രിയപ്പെട്ട മറിയാമ്മ ആൻറ്റി. അപ്പോൾ തന്നെ തമ്പിച്ചാൻ്റെ കൊച്ചുമകൻ, പ്രിയ മകൻ ഇന്നിവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാന്യനായ ജനറൽ പ്രസിഡന്റ് ഡോക്ടർ R. അബ്രഹാം. അപ്പോൾ തന്നെ എനിക്ക് മുമ്പിൽ ദൈവവചനം സംസാരിച്ചത് നമ്മുടെ സഭയുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പാസ്റ്റർ ബിജു തമ്പിയാണല്ലോ. അപ്പോൾ തന്നെ കേരള സ്റ്റേറ്റിന് അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ TM കുർള, പാസ്റ്റർ ബോവൻ തോമസ് തുടങ്ങിയവരെ എല്ലാം ഓർക്കുന്നു. അവരോടൊക്കെ ചേർന്ന് ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽപ്പാൻ ഇളയവനായി എനിക്കും ദൈവം അവസരം തന്നല്ലോ. എനിക്ക് തോന്നുന്നു YPCയിൽ ഈ പ്രാവശ്യത്തെ ക്യാമ്പിൽ 13 വയസ്സ് അല്ലേ, 13 വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയാ, 40 വയസ്സ് വരെ ഉള്ളവർ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ വന്ന് ആദ്യം കണ്ട കാര്യം 40-ന് മേളിലുള്ള കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. അവരെ ഇനി ഇറക്കി വിട്ടാലും അവർ പോകുന്നവരല്ല. അങ്ങനത്തെ കുറേ ആളുകളാണ് അവർ. YPC എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിലുള്ളതാണ്. പാസ്റ്റർ CA അബ്രഹാം, ബ്രദർ ബിജു ചക്കമ്മൂട്ടിൽ, ഈ റോബിൻ അബ്രഹാം പാസ്റ്റർ, അങ്ങനെ നമ്മുടെ കുറേ ദൈവാസന്മാർ. അവരെ ഇറക്കി വിട്ടാലും അവർ പോത്തില്ല. നിങ്ങളിനി ഞങ്ങളോട് വരില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ വരും. കാരണം അങ്ങനെ ഇതുമായിട്ടുള്ള ഞങ്ങളുടെ ബോണ്ട്, അത് പ്രസംഗിക്കാൻ അവസരമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം ഉള്ളത് കൊണ്ട് വരുന്നതല്ല. എനിക്കിന്നൊരു ഇച്ചിരി കുറ്റബോധമുണ്ട്. കാരണം മിനിഞ്ഞാന്ന് രാത്രിയിലാണ് ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നത്. ഇന്നലെ നെയ്യാർ ഡാമിൽ നടന്ന ഒരു ക്യാമ്പിൽ പ്രസംഗിക്കാനായിട്ട് പോയി. വൈകിട്ട് കോവളത്തെ ഒരു കൺവെൻഷനും പ്രസംഗിക്കാനായിട്ട് പോയി. അതുകൊണ്ട് എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ലല്ലോ എന്നൊരു കുറ്റബോധം എനിക്കുണ്ട്. ഇത്ര ഭംഗിയായിട്ട് ചെയ്യുന്ന സഹോദരങ്ങളെ ഓർക്കുന്നു. എൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞ 7-8 വർഷങ്ങൾ ഈ കാര്യത്തിന് നേതൃത്വം നൽകിയ കർത്തൃദാസന്മാരുണ്ട്. ബ്രദർ CB മാത്യു ഇളകുറ്റൂർ, അപ്പോൾ തന്നെ പാസ്റ്റർ ഷിബു മാത്യു ചെമ്പൂര് തുടങ്ങിയ കർത്തൃദാസന്മാരെയും ഞാൻ ഓർക്കുന്നു. ദൈവം സഹായിക്കട്ടെ. നല്ലൊരു തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ ക്യാമ്പ് നടക്കുന്നത്. എന്താ തീം? ഞാനത് ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്.
എൻ്റെ കുഴപ്പം കൊണ്ടാണ് അവർ പറഞ്ഞതാണ്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. ഈ തീം നല്ലതാണ്, അപ്പം തന്നെ തീം അപകടവുമാണ്. പക്ഷേ ഈ തീം അപകടമല്ല, അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ തീമാണ് ക്രിസ്തു ജീവിതത്തിൻ്റെ ലക്ഷ്യം. പണ്ട് 2 പാസ്റ്റർമാർ അവരുടെ സഭയിൽ നിന്ന് മാറി പുതിയതായിട്ട് ട്രാൻസ്ഫറിൽ 2 വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പാസ്റ്റർമാർ മാറിക്കഴിയുമ്പം പുതുതായിട്ട് ചാർജ് എടുത്ത് കഴിയുമ്പോഴൊക്കെ ഇവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വിശ്വാസികൾ തമ്മിലിങ്ങനെ പറയാറുണ്ട്. 2 സഭയിലെ 2 വിശ്വാസികൾ ഒരു തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഒരാൾ ചോദിച്ചു, ഇപ്പോഴത്തെ നിങ്ങളുടെ പാസ്റ്റർ എങ്ങനെയുണ്ട്? അന്നേരം ആൾ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ സൂപ്പർ പാസ്റ്ററാണ്, ഏത് സബ്ജക്റ്റ് കൊടുത്താലും വളരെ ഭംഗിയായിട്ട് അരമണിക്കൂർ പ്രസംഗിക്കും എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ആൾ പറഞ്ഞു, ഞങ്ങളുടെ പാസ്റ്റർ അതിനെക്കാട്ടി സൂപ്പറാ, ഏത് സബ്ജക്റ്റ് കൊടുത്തില്ലെങ്കിലും ഒരു സബ്ജക്റ്റും ഇല്ലെങ്കിലും 1.25 മണിക്കൂർ പ്രസംഗിക്കുകയും ചെയ്യും, തീരുമ്പം വലിയൊരു വിഷയം ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ വിഷയമുള്ളത് നല്ലതാണ്, വിഷയം ഉണ്ടാകത്തില്ല അല്ലേ? പക്ഷേ ഈ വിഷയം ഒരു വലിയ വിഷയമാണ്. ക്രിസ്തുവിൽ വസിക്കുക ചെറിയൊരു കാര്യമല്ല, ക്രിസ്തുവിൽ വസിക്കുക. ഞാൻ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വിവിധങ്ങളായ ചിന്തകൾ ഇങ്ങനെ ഇവിടെ നിന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു വാക്യം ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും അല്ലേ. ഫോർ മീ ലിവിങ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ഡൈയിങ് ഈസ് ഗെയിൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിക്കുന്നത് ക്രിസ്തുവും. BC 357 മാസിഡോണിയയിലെ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് 2-ാമനാൽ പണികഴിപ്പിക്കപ്പെട്ട റോമിലെ കാരാഗൃഹത്തിൽ AD 61 സുവിശേഷ നിമിത്തം തടവിലായിരിക്കുന്ന ധന്യനായ പൗലോസ് അപ്പോസ്തലൻ റോമൻ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് പറയുക, ഏത് കാരാഗൃഹത്തിലാണേലും എനിക്കൊറ്റ ലക്ഷ്യമുള്ളൂ, ഏത് ജയിലിലാണേലും എനിക്കൊറ്റ ലക്ഷ്യമുള്ളൂ, ക്രിസ്തുവിൽ വസിക്കുക. സ്തോത്രം. ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ് അല്ലേ? ജീവിതയാത്രയിൽ ശ്രദ്ധിക്കണേ. ജീവിതയാത്രയിൽ അബദ്ധങ്ങൾ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ ഒരബദ്ധവും പറ്റിയിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്കൊരു സംശയം, ഇന്ന് ഇവിടെ ഇരിക്കുന്നത് ഒരു അബദ്ധമായി പോയോ? നമുക്ക് സംഭവിച്ചിട്ടുള്ള ചില അബദ്ധങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് തന്നെ ചിരി വരും അല്ലേ? ഞാനിപ്പോഴും ഓർക്കുന്നൊരു സംഭവമുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ 11 വയസ്സിൽ പ്രസംഗം തുടങ്ങിയതാണ്. ഇപ്പോൾ ഒരു 33 വർഷമായി. അന്നേരം ഈ വർഷങ്ങളുടെ ഇടയിൽ ഒരിക്കലും മറക്കാത്ത ഒരബദ്ധം വേറൊന്നുമല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത്തിക്കയത്ത് താമസിക്കുന്ന കാലത്ത് എന്നെ ഒരാൾ ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചു. സാധാരണ ഇപ്പോൾ ക്ഷണിക്കുന്ന മീറ്റിങ്ങുകളെല്ലാം ഞങ്ങളൊക്കെ ഈ ഗൂഗിൾ കലണ്ടറിലാണ് എഴുതിയിടുന്നത്, അടുത്ത വർഷത്തിന് അല്ലേ? അങ്ങനല്ലേ നിങ്ങളെല്ലാം ചെയ്യുന്ന? അങ്ങനല്ലേ? ഗൂഗിൾ കലണ്ടറിലാണ് നമ്മൾ സാധാരണ സേവ് ചെയ്തിടുന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ മൊബൈലും ഇല്ല, ഗൂഗിൾ കലണ്ടറും ഇല്ല, ആകെപ്പാടെ ഉള്ളത് ഒരു ലാൻഡ് ഫോണും പിന്നെ ഒരു മനോരമ കലണ്ടറുമാണ്. അന്നേരം ഡേറ്റ് ഒരാൾ വിളിച്ചു ചോദിച്ചു, ഇന്ന ദിവസം ഫ്രീ ആണോ? അന്ന് ഫ്രീയാ. അത് പേപ്പറിൽ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് അമ്മ ഏതാണ്ടിന് വിളിച്ചത്, പശുവിനെ മാറ്റിക്കെട്ടാനും കണ്ട് വിളിച്ചതാണ്. അന്നേരത്തെ ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. ഇതെല്ലാം മറന്ന് ആ ഡേറ്റും എല്ലാം അങ്ങ് മറന്നുപോയി. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് വേറൊരു കൂട്ടർ സെയിം ഡേറ്റിന് വിളിച്ചു. എന്നോട് ചോദിച്ചു, ഫ്രീ ആണോ ഇന്ന ദിവസം? ഞാൻ പറഞ്ഞു അങ്ങനെ ഡേറ്റ് കൊടുത്തു. അത് എഴുതിയിട്ടേ ഒരു പ്രാവശ്യം ഈ എഴുതിയിട്ടു. ഈ കേരളത്തിലൊരു കുഴപ്പമുണ്ട്, ആര് ഡേറ്റ് തന്നാലും പിന്നെ അവർ വിളിക്കുന്നത് മീറ്റിങ്ങിൻ്റെ തലേദിവസം രാത്രില്ല. പിന്നെ താമസിച്ചാൽ എവിടായി എന്നും പറഞ്ഞ് വരുന്നണം വരെ വിളിക്കും അല്ലേ? വന്ന് പ്രസംഗിച്ചേച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ചെന്നോന്ന് ഇല്ല, തിരിച്ച് ചോദിക്കാറില്ല. അങ്ങനെ മീറ്റിങ്ങിൻ്റെ തലേദിവസവും ആദ്യം വിളിച്ചത് 2ാമത്തെ കൂട്ടരാണ്. അവർ വിളിച്ചേച്ച് ചോദിച്ചു, നാളെ വരത്തില്ല? ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ടും വരാം. എല്ലാം പറഞ്ഞു വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ആൾക്കാർ വിളിക്കുന്നത്. അപ്പോഴാ കാര്യം തന്നെ ഞാൻ ഓർക്കുന്നത്. അന്നേരം അവരോട് വരത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ ജഡീകരായിട്ട് മാറും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വമായിട്ടൊരു കള്ളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചുപോയി, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒറ്റ പ്രാവശ്യമേ ഞാനത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഒരപ്പച്ചനെ തന്നെ എത്രയോ പ്രാവശ്യം കൊല്ലുന്നു. ഞാൻ ഒറ്റ പ്രാവശ്യം ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞു, അപ്പച്ചൻ മരിച്ചുപോയി, വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രാവശ്യമായിട്ട് എന്നൊക്കെ പറഞ്ഞെല്ലാം വെച്ചു.
പിറ്റേ ദിവസം ഞാൻ വളരെ കാര്യമായിട്ട് രണ്ടാമത്തെ സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. നമ്മുടെ പാസ്റ്ററിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ വളരെ കാര്യമായിട്ട് ആ പാസ്റ്ററിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഒരു പ്രത്യേക കാര്യം കൂടെ പറഞ്ഞു ഇതാ, ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ദൈവദാസൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടും നമ്മളോടുള്ള ആത്മാർത്ഥമായ സ്നേഹനിമിത്തം അദ്ദേഹം എൻ്റെ അടിവയറ്റിൽ നിന്ന് മേളിലോട്ടൊരു തീ ഇങ്ങനെ കയറി വന്നു. ഞാൻ ഇങ്ങേരോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പച്ചൻ മരിച്ച കാര്യം. പിന്നെ എങ്ങനെ പുള്ളി ഇങ്ങനെ? പിന്നെ എനിക്കൊരു പേടി, പുള്ളി ഇനി പ്രവാചകൻ വല്ലതാണോ? കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ പേടിച്ചിട്ടുള്ളത് ഈ പ്രവാചകന്മാരോ. സത്യമായിട്ട് ഞാൻ ഇന്ന് വരെ സിനിമാ കോട്ടയുടെ അകത്ത് കയറിയിട്ടില്ല. സത്യമാണ് കേട്ടോ, ഇത് ഞാൻ കള്ളം പറയല്ല. ഞാൻ ഇന്ന് വരെ സിഗരറ്റെ തൊട്ടിട്ടില്ല. ഞാൻ ഇന്ന് വരെ കള്ളും കുപ്പിയെ തൊട്ടിട്ടേ ഇല്ല. നിങ്ങളാരും സ്വോത്രവും പറഞ്ഞില്ല, നിങ്ങൾ പറയത്തുമില്ലെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് ഞാനിത് പറയിപ്പിക്കണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൊന്നേച്ച് സെൻട്രൽ ജയിലിൽ പോയി കിടന്നേച്ച് അവിടുന്ന് മാനസാന്തരപ്പെട്ട് വന്നാലേ പോട്ടെ, അത് പോട്ടെ. പിന്നെ ഞാൻ ജനിച്ചു വളർന്നതെല്ലാം ബന്ധുക്കോസില്ല, എനിക്ക് വേറെ ഒന്നും അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ളത് ഈ പ്രവാചകന്മാരെ. അതിനൊരു കാരണമുണ്ട്. ഈ പ്രവാചകന്മാരെ പേടിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന ഒക്കെ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ആഹാരം തരത്തില്ല. അന്നുണ്ടാകുന്നതിൻ്റെ അത്രയും വിശപ്പുണ്ടാകുന്ന ഒരു ദിവസം വേറെയോട്ട് ഇല്ലതാനും. കാര്യം വരുന്നുദ്ദേശിക്ക് കൊടുക്കാൻ ഇറച്ചി ഉണ്ടാക്കുന്നു, മീനുണ്ടാക്കുന്നു, തോരനുണ്ടാക്കുന്നു. ഇതെല്ലാം കൂടെ കഴിക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ കാണുമ്പോഴത്തേന്, ഇതിൻ്റെ മണമടിക്കുമ്പോഴത്തേന്, ഇവരിത് കഴിക്കുമ്പോഴത്തേന് ഞാൻ ആരും കാണാതൊക്കെ ഇത് 1-2 പ്രാവശ്യമൊക്കെ ഞുള്ളി കൂട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇത് കൂട്ടി വെച്ച് ഈ ഫ്ലാസ്ക് എടുത്ത് ഇവിടെ കൊണ്ട് വെച്ചേച്ച് ഇങ്ങനെ മുന്നിൽ ഇരിക്കുമ്പോഴത്തേനാണ് ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവാസനെ കാണുന്നത്. അപ്പോഴത്തേന് കഴിച്ചതും ദഹിക്കും. എന്തുമാത്രം പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ വെളിപ്പെടല്ലേ, വെളിപ്പെടല്ലേ, അടിയനെ പൊടിയോളം താഴ്ത്തുന്നു, രക്തത്താൽ കഴുകണേ, ഒരു പ്രാവശ്യം കൂടെ ശുദ്ധീകരിക്കണേ. കാരണം അവർക്ക് വെളിപ്പെടുകയും ചെയ്യും, വെളിപ്പെട്ടാൽ അവർ അതാ പറയുകയും ചെയ്യും. എന്നിട്ട് വെളിപ്പെടുത്തുമില്ല. അഥവാ വെളിപ്പെട്ടാൽ ആരും പറയത്തുമില്ല. അഥവാ ആരേലും വെളിപ്പെടുത്തി പറഞ്ഞാൽ നമ്മൾ പറയും, ഓ പുള്ളിക്ക് ഇച്ചിരി കൃപയൊക്കെ ഉണ്ടല്ലോ, ഒത്തിരി പരിജ്ഞാനക്കേടുണ്ട്. എന്താ ഉള്ള കാര്യം പറയും. എന്താണെന്നാലും എൻ്റെ മനസ്സാകപ്പാടെ അന്താളിച്ചു പോയി. ഞാൻ ആ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററോട് ആര് പറഞ്ഞു എൻ്റെ അപ്പച്ചൻ മരിച്ചു? അന്നേരം പാസ്റ്ററിനോട് പറയാ, ഇന്നൊരു വീട്ടിൽ ചെല്ലാമെന്നല്ലേ പറഞ്ഞേ, ആ വീട്ടിലെ മോളെ കെട്ടിച്ചേക്കുന്നത് ഇവിടെ. അവർ പറഞ്ഞു പാസ്റ്റർ അപ്പച്ചൻ മരിച്ചു, അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല. അത് പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. തിരുത്താൻ പറ്റുന്ന അബദ്ധം. അപ്പം തന്നെ തിരുത്താൻ പറ്റാത്ത അബദ്ധമുണ്ട് ജീവിതത്തിൽ. ചിലതൊക്കെ നമുക്ക് തിരുത്താൻ പറ്റും. ഇപ്പം മൊബൈൽ ഒന്ന് താഴെ വീണ് അതിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊട്ടിയാൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാം, തിരുത്താൻ പറ്റും. പക്ഷെ തിരുത്താൻ പറ്റാത്ത അബദ്ധമുണ്ട്. വേറൊരു സംഭവം ഓർക്കുന്നുണ്ട്. ഇത് ബുക്കറിവൊന്നുമല്ല, ഇത് കേട്ടറിവാണ്. ഒരാളെന്നോട് പറഞ്ഞറിവ്. നമുക്കറിയാം, ഈ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ പോയത് മദ്രാസിലോട്ടാണ് അല്ലേ. പിന്നെ ബോംബെ പോയി, പിന്നെ അവിടെ നിന്ന് ഗൾഫിൽ പോയി അല്ലേ, പിന്നെ അവിടെ നിന്ന് അമേരിക്കയിൽ പോയി. ഈ കൂട്ടത്തിൽ കുറേ പേര് ഈ നോർത്ത് ഈസ്റ്റിൽ പോയി. നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എവിടെയാണ്? അരുണാചൽ പ്രദേശ്, ആസാം, അവിടെയൊക്കെ. ഇപ്പം നോർത്ത് ഈസ്റ്റിൽ ചെല്ലണമെങ്കിൽ ട്രെയിനിൽ പോവുകയാണെങ്കിൽ 7 ദിവസം എടുക്കും. ആസാമിൽ 6 ദിവസം എടുക്കും അല്ലേ, ഇവിടുന്ന് പോകണേ. പിന്നെ 1 ദിവസം അരുണാചലിൽ, അപ്പോൾ 7 ദിവസം എടുക്കും. അപ്പോൾ അങ്ങനെ പോയ ഒരു ചെറുപ്പക്കാരൻ, പുള്ളി നാട്ടിൽ വന്ന് കല്യാണമൊക്കെ കഴിച്ചു. അവിടെ ചെന്നു, 2 കുഞ്ഞുങ്ങളായി, ഇരട്ട കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് ഒരു കാര്യം സംഭവിച്ചത്. മറ്റൊന്നുമല്ല, പുള്ളിയുടെ ഭാര്യയ്ക്ക് ഒരു പനി പിടിച്ചു, പനി മൂർച്ഛിച്ചു. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ പോകുന്ന വഴിക്ക് ഈ പ്രിയപ്പെട്ടവൻ പുള്ളിക്കാരത്തി കുഞ്ഞുങ്ങളെ അദ്ദേഹത്തെ ഏൽപ്പിച്ച് ഭൂമിയിൽ നിന്ന് മരിച്ചു. 2 ഇരട്ട കുഞ്ഞുങ്ങളുമായിട്ട് പുള്ളിക്ക് അവിടെ ജീവിക്കാൻ പറ്റാതായി അവിടെ ബോഡി അടക്കി. കുറേ ദിവസമൊക്കെ സ്ട്രഗിൾ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം നാട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചയും വിളിച്ചു പറഞ്ഞു, നീ കുഞ്ഞുങ്ങളെ എൻ്റെ കൈ കൊണ്ടെത്താ, ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹം ട്രെയിനിൽ നാട്ടിലേക്ക് വരിക. മക്കളെ, വരുന്ന വഴിക്ക് നിർഭാഗ്യവശാൽ ഇതിലൊരു കുഞ്ഞിന് പനി പിടിച്ചു. അതും ട്രെയിൻ 2 ദിവസം യാത്ര കഴിഞ്ഞു. പനി മൂർച്ഛിച്ചു. ആ യാത്രയിൽ ആ കുഞ്ഞ് മരിച്ചു. കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ആ കുഞ്ഞിനെ എന്തോ ചെയ്യണം. അവിടെ 12 മണിക്കൂറൂടെ പോയാലേ അടുത്ത മെയിൻ സ്റ്റേഷൻ വരത്തുള്ളൂ. അഥവാ അവിടെ ഇറങ്ങിയാലും പുള്ളിക്ക് പരിചയമൊന്നുമില്ല. കേരളത്തിൽ വരണമെങ്കിൽ ഇനി 4 ദിവസം എടുക്കും. അരുണാചലിൽ തിരിച്ചു ചെല്ലണമെങ്കിൽ 2 ദിവസം എടുക്കും. അപ്പോഴാണ് ആ ട്രെയിനിലെ TTR അദ്ദേഹത്തോട് പറഞ്ഞു, ഈ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്നറിയാം, എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല.
6 മണിക്കൂർ കഴിയുമ്പം ഒരു വലിയ നദി വരുന്നുണ്ട്. ആ നദിയിലോട്ട് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കണം. ആദ്യം അയാൾ സമ്മതിച്ചില്ല, സ്വന്തം കുഞ്ഞല്ലേ. പിന്നെ ഒടുവിൽ സ്നേഹപൂർവ്വം അവർ നിർബന്ധിച്ചപ്പം സമ്മതിച്ചു. അങ്ങനെ സമ്മതിച്ചു. പക്ഷെ ഒറ്റ കണ്ടീഷൻ. പുള്ളി പറഞ്ഞു, ഞാൻ ചെയ്യാം, പക്ഷെ ഒറ്റ കണ്ടീഷനുണ്ട്, നിങ്ങളാരും ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ തൊടരുത്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ചുംബിച്ചു. ജീവനുള്ളതിനെ മരിച്ചതിനെ മാറി 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 ഇങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുക. ഏകദേശം നദി എടുക്കുന്നു. കാണുന്നവരെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കരളലിയിപ്പിക്കുന്ന കാഴ്ച. നദി എടുക്കുന്നു. നദി എടുത്തപ്പം ചിറ്റിയാർ പറഞ്ഞു, നദിയായി. 2 കുഞ്ഞുങ്ങളുമായിട്ട് അദ്ദേഹം നടന്നു വന്നു. പിന്നെയും പിന്നെയും ഉമ്മ കൊടുത്തു. 1000 ഉമ്മ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നദിയായെന്ന് പറഞ്ഞപ്പോഴത്തേന് ഒന്നിനെ വലിച്ചെറിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, അയ്യോ എറിയല്ലേ എറിയല്ലേ എറിഞ്ഞു പോയി. എറിഞ്ഞത് ആരെയായിരിക്കും? പറ. അതാ തിരുത്താൻ പറ്റുന്ന അബദ്ധമാണോ ഇത്? മക്കളെ, ജീവിതത്തിൽ അബദ്ധം പറ്റാം. പക്ഷെ ഒറ്റ കാര്യം, തിരുത്താൻ പറ്റാത്ത ഒരബദ്ധം നമുക്കൊരിക്കലും പറ്റരുത്. അങ്ങനെ തിരുത്താൻ പറ്റാത്ത ഒരബദ്ധം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഞാനിവിടുന്ന് ഇറങ്ങുമ്പോൾ വീഴരുത് എന്ന് എനിക്ക് തോന്നണമെങ്കിൽ, എനിക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സൂക്ഷ്മതയോടെ ഇറങ്ങും, അല്ലേ? അപ്പം ജീവിതത്തിൽ തിരുത്താൻ പറ്റാത്ത അബദ്ധങ്ങളിൽ അകപ്പെടാതിരിക്കാനുള്ള ഏക വഴി നമുക്കെന്തുണ്ടായിരിക്കണം? ഒരു ലക്ഷ്യം ഉണ്ടാകും. പറഞ്ഞേ, ലക്ഷ്യം. ഉറക്കെ പറ, ലക്ഷ്യം. ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞേ, ലക്ഷ്യം. സ്കോപ്പോസ് എന്നൊരു ഗ്രീക്ക് വാക്കാണ് ലക്ഷ്യത്തിൻ്റെ വാക്ക്. എന്താണ് സ്കോപ്പോസ്? ആ വാക്കിന് വലിയ അർത്ഥതലങ്ങൾ ഉണ്ട്. സ്കോപ്പോസ് എന്ന് പറയുമ്പോഴത്തേന് അതിന് ഒത്തിരി അർത്ഥതലങ്ങൾ ഉണ്ട്. ശരിക്കും ഏറ്റവും ലക്ഷ്യമുള്ള ഒരാളായിരുന്നു നമ്മുടെ കർത്താവ്. എല്ലാത്തിനെക്കുറിച്ചും നമുക്കറിയാം, ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്കും തന്നിട്ടുണ്ട്, ഒരു പേനായും തന്നിട്ടുണ്ട്. അത് തന്നിരിക്കുന്നതിൻ്റെ ലക്ഷ്യം പേന ഈ പ്രസംഗം കേൾക്കുമ്പോഴത്തേന് ചെവിക്കകത്ത് കുത്തിക്കയറ്റാനല്ല. കുത്തിക്കയറ്റരുത്, ചുമ്മാ ചെവി മുറിക്കരുത്. ഇവിടാണ് ഇന്ന് ഓണം ആയിക്കൊണ്ട് ഒരു ക്ലിനിക്കും ഇല്ല. നമ്മൾ സാധാരണ എഴുതാൻ തന്ന സാധനം പലപ്പോഴും ചെയ്യുന്ന എന്താ? ബോറടിക്കുമ്പോഴത്തേന് നമ്മൾ എന്ത് കൊടുക്കും? ചെവിക്കകത്തോട്ട് കുത്തിക്കയറ്റും. പിന്നെ ഈ ബുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഈ ഫാൻ പോയാൽ നമ്മളെന്ത് കൊടുക്കും? സത്യത്തിൽ അതിനാണോ ഇത് തന്നിരിക്കുന്നത്? വേറെ ചിലർ ഇത് ഈ ക്യാമ്പിനകത്ത് റോക്കറ്റാക്കി വിക്ഷേപിക്കുകയും ചെയ്യും, അല്ലേ? അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതല്ല അതിൻ്റെ ലക്ഷ്യം. ഒരു ലക്ഷ്യമാണ്, ഒരു ലക്ഷ്യം. വളരെ ശ്രദ്ധിക്കണം. ഞാനൊരു 10-15 മിനിറ്റ് പ്രസംഗിക്കത്തുള്ളൂ, എന്നിട്ട് നമ്മൾ പിന്നെയും ദൈവത്തെ ആരാധിക്കാൻ പോവാം. ശ്രദ്ധിച്ച് കേട്ടോ. ഏറ്റവും ലക്ഷ്യബോധത്തോടെ ഭൂമിയിൽ ജീവിച്ച ഒരാളായിരുന്നു നമ്മുടെ കർത്താവായ യേശു. യേശു പറഞ്ഞൊരു വാക്കുണ്ട്. തൻ്റെ ലക്ഷ്യം അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. ലക്ഷ്യം എപ്പോഴും ഉറക്കെ പറയണം. ലക്ഷ്യത്തെക്കുറിച്ച് ഉറക്കെ പറയണം. ഈ മൈൽസ് മൺറോ പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം മരണമല്ല, ലക്ഷ്യമില്ലാത്ത ജീവിതവും തെറ്റായ പ്രയോറിറ്റീസുമാണ്. അതുകൊണ്ട് തന്നെയാ യേശു പറഞ്ഞു യോഹന്നാൻ 4:34 എന്താ ലക്ഷ്യം? എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. യേശുവിന് ഒറ്റ ലക്ഷ്യമുള്ളായിരുന്നു. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അതിനാ രോഗികളെ സൗഖ്യമാക്കിയ, അതിനാ അത്ഭുതങ്ങൾ ചെയ്തത്, അതിനാ മരിച്ചവരെ ഉയർപ്പിച്ചത്. ഇതെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് ആൾക്കാരെല്ലാം യേശുവിനെ വളരെ പൊക്കി പറഞ്ഞു. ഒരാൾ പറഞ്ഞു എലിയാവാ, വേറെ ഒരാൾ പറഞ്ഞു മോശയാ, വേറെ ഒരാൾ പറഞ്ഞു യോഹന്നാനാ. ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേന് കർത്താവ് അവരോട് ചോദിച്ചു, ഇവരൊക്കെ പറയുന്നത് പോട്ട്, നിങ്ങൾക്കല്ലേ എന്നെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്, നിങ്ങൾ എന്നെ എന്നാ പറയുന്നേ? അപ്പൊ പത്രോസാ പറഞ്ഞേ. എന്താ പറഞ്ഞു? പത്രോസ് പറഞ്ഞു, പറ. പത്രോസ് പറഞ്ഞു, നീ ആരാ? ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവ. ഇത് കേട്ടപ്പോഴത്തേന് കർത്താവ് പറഞ്ഞു, ശിമോനെ, നിനക്കിത് വെളിപ്പെടുത്തിയത് ജഡരക്തങ്ങളല്ല. ആരാ ഇത് വെളിപ്പെടുത്തിയത്? സ്വർഗസ്ഥനായ പിതാവ. അയ്യോ, പത്രോസിന് ഭയങ്കര സന്തോഷമായി. എനിക്ക് നിത്യതയുടെ വെളിപ്പാട് കിട്ടി. പിന്നെ പുള്ളിയുടെ എല്ലാ ക്യാമ്പിലെയും പ്രസംഗം നിത്യതയുടെ വെളിപ്പാടാ. ഇങ്ങനെ നിത്യതയുടെ വെളിപ്പാടിനെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു ഗത്സമനയിൽ സഹിക്കാൻ പോകുന്ന പങ്കപ്പാടുകളെ കുറിച്ച് പറഞ്ഞത്.
അപ്പം പത്രോസിന് സ്നേഹം കൂടി. പത്രോസ് പറഞ്ഞു, മുമ്പേ കർത്താവിനെ അപ്രീഷിയേറ്റ് ചെയ്തതല്ലേ, അതുകൊണ്ട് ഇപ്പൊ ഒന്ന് തട്ടിവിട്ടേക്കാം. പുള്ളി പറഞ്ഞു, എന്താ പറഞ്ഞത്? നിനക്കത് ഭവിക്കരുതേ. ഇത് കേട്ടപ്പോഴത്തേന് യേശു കലി പൂണ്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞേ? പോ സാത്താനെ. എടാ, ഇന്നലെ നിത്യതയുടെ വെളിപ്പാടാണെന്ന് പത്രോസിനോട് പറഞ്ഞ അതേ ക്രിസ്തു തന്നെ ഇന്ന് പത്രോസിനെ നോക്കിയിട്ട് പറയാ, നിന്നിലൂടെ ഇത് പറഞ്ഞത് സാത്താനാ. എന്നെ അങ്ങനെ പറയാൻ കാരണം, ക്രിസ്തുവിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യും. സ്തോത്രം. അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യും. ആ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുന്ന എല്ലാത്തിനോടും പോ എന്ന് പറയാനൊരു ആർജവത്വം. മക്കളെ, നമുക്കും ഇതാ ക്രിസ്തു ജീവിതത്തിൽ വേണ്ടത്. എല്ലാവരോടും ബന്ധം വേണം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അക്കൗണ്ട് വേണം, ഫേസ്ബുക്ക് നിങ്ങൾക്ക് വേണം, റീൽസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാറണം. ഇതിനൊന്നും എതിരല്ല. പക്ഷേ ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. ആ നിത്യതയ്ക്ക് നഷ്ടം വരുത്തുന്ന സകലത്തോടും പോ എന്ന് പറയാനുള്ള ഒരാർജവത്വം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? കൂട്ടുകാർ കൂടുന്ന തെറ്റല്ല, നമുക്കല്ല. ഞങ്ങളെല്ലാം ധാരാളം, എനിക്ക് തോന്നുന്നു ഫേസ്ബുക്കിൽ തന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് 5000 കഴിഞ്ഞുകൊണ്ട് ഇപ്പോൾ അവർ പറഞ്ഞു ഇനിയിപ്പം അതൊന്നും പറ്റത്തില്ല, വേറെ ഫോളോ ചെയ്യാൻ പറയാൻ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം വേണം, ആർക്കാ ഇല്ലാത്ത? ഞങ്ങൾക്കെല്ലാം ഉണ്ട്. പക്ഷേ ഒറ്റ കാര്യം, നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റുന്നത് ആരാണേലും അവരോട് നോ പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയും. അതിനെന്ത് ചെയ്യണം? അതിന് ക്രിസ്തുവിൽ വസിക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനൊരു ചോദ്യം ഇനിയും ചോദിക്കാൻ പോവാ. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഈ ബൈബിളിൽ ശ്രദ്ധിച്ച് കേൾക്കണേ, ബൈബിളിൽ എത്ര ഹാനോക്കുമാരുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം? ആർക്കെങ്കിലും പറയാം? ബൈബിളിൽ എത്ര ഹാനോക്കുമാരുണ്ട്? എത്ര പേരുണ്ട്? 4. അത്ര ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ 2 പേരെ പരിചയപ്പെടുത്താവേ. 2 പേരെ. ഈ ഒന്ന് വായിച്ചേ, 2 വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ആദ്യം വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഉറക്ക വായിക്കണേ. 4 അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒരാളൊന്ന് ഉറക്ക വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 4:17. വായിച്ചോ. കയീൻ തൻ്റെ ഭാര്യയെ പരിഹരിച്ചു. ഇച്ചിരി മുന്നിൽ ഇരിക്കുന്ന ഒരാൾ വായിക്കുകയാണെങ്കിൽ എനിക്കത്. കയീൻ തൻ്റെ ഭാര്യയെ പരിഹരിച്ചു, അവൾ ഗർഭം ധരിച്ചു, ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു, ഹാനോക്കെന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. അപ്പം 1-ാമത്തെ ഹാനോക്കിനെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ആരാണത്? കയീൻ്റെ മകൻ ഹാനോക്ക്. കയീൻ പാപം ചെയ്ത് നോദ് ദേശത്ത് അലഞ്ഞുപോയി. അതിനുശേഷം ഭാര്യയെ പരിഗ്രഹിച്ച് അങ്ങനെ കയീന് ഒരു കുഞ്ഞുണ്ടായി. അതൊരാൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞിന് കയീൻ പേരിട്ടു. എന്താ മക്കളെ പേരിട്ട്? ഹാനോക്ക് എന്ന് പേരിട്ടു. ഹാനോക്ക് എന്ന് പേരിട്ടെന്ന് മാത്രമല്ല, ഹാനോക്കിന്റെ പേര് നിലനിർത്താനായിട്ട് കയീൻ എന്തോ പണിതു? ഒരു പട്ടണവും പണിതു. അങ്ങനെ പട്ടണം പണിതിട്ട് ആ പട്ടണത്തിന് പേരിട്ടു. എന്ത് പേരിട്ടു? ഹാനോക്ക് എന്ന് പേരിട്ടു. അപ്പം കയീന്റെ മകൻ ഹാനോക്ക്. ഹാനോക്ക് ജീവിച്ച സ്ഥലത്തിന്റെ പട്ടണത്തിന്റെ പേര് ഹാനോക്ക്. ഇനി അടുത്ത ഒരു ഹാനോക്കിനെ ഞാൻ പരിചയപ്പെടുത്താം. ഉൽപ്പത്തി 5:20 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി 5:20.
ആ ആ ആ ആ ആ കണ്ടോ കണ്ടോ. അപ്പൊ രണ്ടാമത്തെ ഹാനോക്ക് ശേത്തിന്റെ മകൻ ഹാനോക്ക്. ഞാൻ ആ ജീനിയോളജി ഒന്ന് പറയാമേ. ശേത്ത്, ഏനോഷ്, കേനോൻ, യാരോദ്, അതിനുശേഷം ഹാനോക്ക്. ശേത്തിന്റെ 5ാം തലമുറക്കാരൻ ഹാനോക്ക്. മറ്റേത് കായിൻ്റെ മകൻ ഹാനോക്ക്. സ്വത്രം ശ്രദ്ധിച്ചു കേട്ടോ. അപ്പം 2 ഹാനോക്കിനെ നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് കായിൻ്റെ മകൻ ഹാനോക്ക്. പേര് നിലനിർത്താൻ കൈൻ എന്തോ എടുത്തു, അവൻ്റെ പേര് പട്ടണം പടം. 2 ശേത്തിൻ്റെ 5ാം തലമുറക്കാരൻ ഹാനോക്ക്. പട്ടണമൊന്നും പണിതില്ല, റീൽസ് എടുത്തില്ല, ഫേസ്ബുക്കിലിട്ടില്ല, പ്രമോ ചെയ്തില്ല, താനായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എഴുതിയില്ല, ആരുടെ മുമ്പിൽ ഒന്നും ചെയ്തില്ല. പക്ഷെ ഒറ്റ കാര്യം ചെയ്തു, വാക്ക് വിത്ത് ഗോഡ്, ദൈവത്തോടൊപ്പം നടന്നു. അബൈഡ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാവുന്നത് ഏത് ഹാനോക്കിനെയാ? പട്ടണം പണിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ഹാനോക്കിനെയാണോ നിങ്ങൾക്കറിയാവുന്നത്? അതോ ദൈവത്തോടൊപ്പം നടന്ന ഹാനോക്കിനെയാണോ നിങ്ങൾക്കറിയാവുന്നത്? സ്തോത്രം. മക്കളെ സ്നേഹത്തോടെ ഞാൻ പറയാം, ആര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാലും, ആര് റീൽസ് എടുത്താലും, ആര് സ്വയം മോട്ടിവേറ്റ് ചെയ്താലും, ആര് തന്നെ വളരാൻ ശ്രമിച്ചാലും, ആര് PR വർക്ക് ചെയ്താലും ആരും വളരത്തില്ല. എടാ, പട്ടണം പണിതോം വളർന്നില്ലല്ലോ, പിന്നാണോ PR വർക്ക് ചെയ്യുന്നോം വളരുന്നത്? അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഓർപ്പിക്കുക, ദൈവത്തോടൊപ്പം നടക്ക്, നിന്റെ ചരിത്രത്തെ മാറ്റാൻ. എനിക്കിത്രയേ ഉള്ളൂ പ്രസംഗിക്കാൻ. നിങ്ങളോട് എന്നാ പറയണമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഒറ്റ കാര്യ ദൈവം പറഞ്ഞോളൂ. ഇനി 1/2 മണിക്കൂർ കിടപ്പുണ്ട്, വേറെ ആരെങ്കിലും പ്രസംഗിച്ചു. എനിക്കിത്രേ പറയാനുള്ളൂ, വേറൊന്നും ചെയ്യരുത്, ദൈവത്തോടൊപ്പം നടക്ക്. നിങ്ങൾക്കറിയാം, കുട്ടനാട്ടിൽ നിന്ന് നീലമ്പേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു തകരക്കോളാമ്പിയും കൈപ്പിടിച്ച് പൈപ്പ് വെള്ളവും കുടിച്ച് റാന്നിയിലോട്ട് നടന്ന ഒരു മനുഷ്യനാ നമ്മുടെ മാതൃക. അദ്ദേഹത്തിന് PR വർക്ക് ചെയ്യാൻ ആരുമില്ലായിരുന്നു, അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ ആരുമില്ലായിരുന്നു, അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പക്ഷേ ദൈവത്തോടൊപ്പം നടക്കാൻ ഒരു മനുഷ്യൻ തീരുമാനിച്ചപ്പം, അദ്ദേഹത്തോടൊപ്പം നടക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ നൂണ്ടിയ ചർച്ച് ഓഫ് ഗോഡ് എന്ന ഒരു പ്രസ്ഥാനമുണ്ടായി. 5000 സഭകൾ കർത്താവ് നമുക്ക് തന്നു. മറ്റൊരാളെ എനിക്കറിയാം, 1981 വിവാഹം കഴിച്ചതിൻ്റെ 10ാമത്തെ ദിവസം ദർശനം ഡൽഹിയിലേക്ക് സ്വീകരിച്ച്, അതെ, തൻ്റെ ഭാര്യയുമായിട്ട് ഉണ്ടായിരുന്ന 2 പെട്ടിയും എടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് യാത്ര ചെയ്ത ഒരാളെ എനിക്കറിയാം. അത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ ആർ അബ്രഹാമ. ആ മനുഷ്യനും ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു. ആ അബ്രഹാം എന്ന ആ പേര്, സത്യത്തിൽ അദ്ദേഹത്തോടൊപ്പം ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളെ ആയുള്ളൂ. പക്ഷെ ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നവംബറിൽ സെലിബ്രേഷൻ ഹോപ്പ് എന്ന് പറയുന്ന ഒരു ശുശ്രൂഷ അദ്ദേഹം കോട്ടയത്ത് നടത്തുമ്പോൾ, ആ യോഗത്തിൻ്റെ അന്ന് അതിൻ്റെ സംഘാടകരായിരുന്ന പ്രിയപ്പെട്ടവർ പറഞ്ഞു, ബഹുശയ മഴ പെയ്യും, മഴ ഉറപ്പാ, കാലാവസ്ഥക്കാർ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞില്ലടാ, പെയ്യത്തില്ല. ഈ യോഗം രാത്രി 10 മണിക്ക് അവസാനിപ്പിച്ചല്ലാതെ മഴ പെയ്യത്തില്ല. എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ദിവസം ഞാൻ അബ്രഹാമിൻ്റെ ദൈവത്തോട് പറഞ്ഞു, ഇന്ന് എൻ്റെ മകളുടെ കല്യാണമാ, ഇന്ന് ഇവിടുത്തെ മഴ മാറ്റിത്തരണമെന്ന് ഡൽഹി വെച്ച് പ്രാർത്ഥിച്ച സമയത്ത് മഴയുടെ നടുമറിക്ക് എൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ ദിവസം മഴ മാറ്റിത്തന്ന ഒരു ദൈവത്തെ എനിക്കറിയാം. ആ ദൈവം ആർ അബ്രഹാമിൻ്റെ ദൈവമാ. ആ ദൈവം ജീവിക്കുന്നിടത്തോളം കാലം 10 മണി കഴിഞ്ഞല്ലാതെ മഴ പെയ്യത്തില്ല. ഞാൻ കണ്ടു, 10 മണിക്ക് യോഗം പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു, മഴ ആരംഭിച്ചു. പിറ്റേ ദിവസം കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ മുട്ടോളം വെള്ളം ആ സ്റ്റേഡിയത്തിനകത്ത് വന്നു. ഞാൻ ഇന്ന് പകൽ ഈ മാതൃകകളെയൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് ഇവരെ ആരെ ഉയർത്താനല്ല. എനിക്കിന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ.
സത്യമായിട്ടും മക്കളെ, 11ാമത്തെ വയസ്സിൽ യേശുവിനെ പ്രസംഗിക്കാൻ ആരംഭിച്ചതാ. ഞാനായിട്ട് ഇന്ന് വരെ എൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടില്ല. ഞാനായിട്ട് ഇന്ന് വരെ എന്നെക്കുറിച്ച് എഴുതിയിട്ടില്ല. ടിപ്സും പറഞ്ഞു വീഡിയോ അയച്ചു തരാൻ. മോനെ പറ്റിയില്ല, കാരണം ഞാൻ അവിടെ ആയിരുന്നത് കൊണ്ട് പറ്റിയില്ല. സത്യമായിട്ടും ഇവിടെ നിന്ന് നിറഞ്ഞ മനസാക്ഷി പറയാം, ഞാൻ എന്നെ ഉയർത്താൻ എനിക്കതിന് കഴിവില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ്. ഇന്ത്യക്കൊരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കെ.സി. ജോൺ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു ദർശനം ദൈവം കൊടുത്തു. അതിൻ്റെ ഭാഗമാക്കി ദൈവം എന്നെ മാറ്റി. ഞാൻ ഓർത്ത് ഇന്നേലും എന്നെക്കുറിച്ച് പറയുമ്പോൾ YPCയുടെ കാര്യം പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുമെന്ന്. പക്ഷേ ഇന്നും പരിചയപ്പെടുത്തിയത് പവർഷൻ്റെ കാര്യം പറഞ്ഞു. കാരണം ഇന്ന് ഞാൻ അറിയപ്പെടുന്നത് ആ ഒരു ബ്രാൻഡിലാണ്. എന്നാ കാരണം? എനിക്കതിന് കഴിവില്ലെന്ന് ദൈവത്തിന് മനസ്സിലായപ്പം എന്നെ ദൈവം അതിനോട് ചേർത്ത് നിർത്തി. എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുണ്ട്, ഒരുത്തൻ ദൈവത്തോടൊപ്പം നടന്നു. ദൈവത്തോടൊപ്പം നടന്നു. ആ തലമുറയുടെ ചരിത്രം ഒന്ന് നോക്കിക്കേ. ശേത്ത്, ഏനോശ്, കേനാൻ, യാരോധ്, ഹാനോക്ക്, മെതുശലേക്ക്, ലാമാക്ക്, നോഹ. ദൈവത്തോടൊപ്പം നടന്നവൻ്റെ അടുത്ത തലമുറ ജയിക്കുക. എന്തിനെ ജയിക്കുന്നു? പ്രളയഭൂമിയെ അതിജീവിക്കാൻ, പ്രളയാനന്തര ഭൂമി പണിതെടുക്കാൻ ദൈവത്തോടൊപ്പം നടന്നവൻ്റെ തലമുറയെ ദൈവം പ്രാപ്തനാക്കി മാറ്റിയെങ്കിൽ ഈ നാശം പിടിച്ച ലോകത്തിൽ മറ്റൊന്നാക്കി ലോകത്തെ മാറ്റാൻ നിങ്ങൾ ഒറ്റയാള് തീരുമാനിച്ചാൽ മതി. അതിന് ഭാഷ വേണ്ട, അതിന് കഴിവ് വേണ്ട. ഞാൻ ഓസ്ട്രേലിയയിൽ ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെന്നപ്പം അവിടെയുള്ള ഒരു പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഈ വീട് നിങ്ങളുടെ തമ്പിച്ചായം വരുന്ന ഒരു സായിപ്പിൻ്റെ വീടാണ്. ഞാൻ ചോദിച്ചു, ഈ സ്ഥലത്ത് എങ്ങനെ തമ്പിച്ചായന് പരിചയപ്പെട്ട ഒരു കുഗ്രാമം? അപ്പോൾ എന്നോട് പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പം അവിടെ നിന്ന് ഒരു സായിപ്പിനോട് എന്തോ വർത്താനം പറഞ്ഞു കൂട്ടത്തിൽ ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് പറഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞ ഇതാ, നിങ്ങൾ ഇലക്ട്രീഷ്യനായിട്ടല്ലേ ജോലി ചെയ്യുന്നത്, നിങ്ങളുടെ പേരിൽ ഒരു വലിയ ബ്രാൻഡ് ദൈവം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ ചെയ്ത ഒരു കാര്യം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഏറ്റെടുത്തു. ഒരു വലിയ ബ്രാൻഡാക്കി അദ്ദേഹത്തെ ദൈവം മാറ്റി. ഈ പാസ്റ്ററിനോട് പറഞ്ഞ കാര്യം ഇതാ, ഞാൻ എൻ്റെ കണ്ണിന് കണ്ടതാ. ഞാനും തമ്പിച്ചാനും കൂടെ വീട്ടിൽ ചെല്ലുമ്പം ആ സായിപ്പ് $2 ലക്ഷം ഒരു ചെക്കെടുത്ത് തമ്പിച്ചാൻ്റെ കൈ കൊടുക്കുന്നത്. ഭാഷയൊന്നും വേണ്ട, ദൈവത്തോടൊപ്പം നടക്കാൻ, ഒരു വെളിപ്പാട് പ്രാപിക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ, സ്തോത്രം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്കിന്ന് പകൽ വേറൊന്നും ചിന്തിക്കാനില്ല. എനിക്ക് ഇത്രേ നിങ്ങളോട് പറയാനുള്ളൂ. പട്ടണം പണിത് പേര് നിലനിർത്താൻ ശ്രമിച്ച ഹാനോക്കിൻ്റെ തലമുറ എങ്ങുമെത്താതെ പോയപ്പോൾ ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചവൻ്റെ തലമുറയുടെ ചരിത്രം ദൈവം മാറ്റി. ഈ പകൽ എത്ര പേര് തീരുമാനിക്കും, കർത്താവിനോടൊപ്പം നടക്കാൻ, കർത്താവിനോടൊപ്പം നടക്കാൻ? യേശുവിൽ എങ്ങനെ നടക്കാതിരിക്കും? എങ്ങനെ നടക്കാതിരിക്കും? ഈ കർത്താവിനോടൊപ്പം എങ്ങനെ നടക്കാതിരിക്കും? യേശുവിൽ എൻ്റെ തോഴനെ കണ്ടു, എനിക്കെല്ലാമായവനെ, 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരൻ, ശാരോന്റെ പനിനീർ പുഷ്പം, അവനെ ഞാൻ കണ്ടെത്തി. 10,000ങ്ങളിൽ ഏറ്റവും സുന്ദരനെ. മക്കളെ, നിങ്ങൾ ആ ക്രൂശിനെ കുറിച്ച് അറിയണം. ലോകത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ളത് ഏറ്റവും ക്രൂരവും ഹീനവും മൃഗവുമായ മരണമായിരുന്നു ക്രൂശ് മരണം. BC 600-ൽ പേർഷ്യൻസ് ആണ് അത് കണ്ടുപിടിച്ചത്. ഈസ്റ്റേൺ മാസിഡോണിലേക്ക് ക്രൂശീകരണം കൊണ്ടുവന്നത് അലക്സാണ്ടറാണ്. BC 300-ലാണ് റോമക്കാര് അത് അവരുടെ ശിക്ഷാരീതിയാക്കി മാറ്റി. അപ്പം തന്നെ 500 വർഷം വരെ അത് തുടർന്നു. AD 300-കളിൽ റോമൻ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റന്റീനാണ് നിയമം മൂലം ക്രൂശീകരണം നിർത്തലാക്കിയത്. സമൂഹത്തിലെ ഏറ്റവും ക്രൂരരായ കുറ്റവാളികൾ, ഹീനരായ മനുഷ്യർ, അവർക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ശിക്ഷാരീതിയായിരുന്നു ക്രൂശീകരണം. ക്രൂശീകരണത്തിൻ്റെ പ്രത്യേകത
6 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന 3 ഘട്ടങ്ങളായി ചെയ്യുന്ന ഒരു ശിക്ഷാരീതി. ക്രൂശീകരണത്തിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, ഒരാളെ ക്രൂശീകരണത്തിന് വിധിച്ചാൽ ദണ്ട് ഈ പോഡിയം പോലൊരു കൽത്തൂണിൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, പുറം തിരിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച് നിർത്തും. എന്നിട്ട് 2 ക്രൂരരായ പടയാളികൾ വന്ന് അദ്ദേഹത്തിൻ്റെ പുറം അടിച്ചു പിളർത്തും. ആ ചാട്ടവാറ് ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടകളും എല്ലും കഷ്ണങ്ങളെ കൊണ്ട് രൂപപ്പെടുത്തുക. എന്തിനാ ഈ ചാട്ടവാറ് കൊണ്ട് അടിച്ചു പിളർത്തുന്നതെന്നറിയാം? എവിടെ വെച്ചാണോ ക്രൂശീകരണത്തിന് വിധിക്കപ്പെട്ടത് അവിടെ നിന്നൊരു പരസ്യ സ്ഥലത്തൂടെ നടത്തി ഒരു മലയുടെ മുകളിൽ കൊണ്ട നിർത്തിയിട്ടാണ് പരസ്യമായിട്ട് ക്രൂശിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ സ്വന്തം തോളിലാണ് ഈ പ്രതി ക്രൂശ് വഹിക്കേണ്ടത്. ഈ യാത്രയിൽ പ്രതി ആരോഗ്യ ദൃഢഗാത്രനാണെങ്കിൽ ആളുകളുടെ ദേഹത്തേക്ക് ആ ക്രൂശ് വലിച്ചെറിഞ്ഞേച്ച് അവൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ അവൻ്റെ ബലം ക്ഷയിപ്പിക്കാനായിട്ടാണ് സ്വാഭാവികമായിട്ട് അവരടിച്ചു പുറം പിളർത്തുന്നത്. നമ്മുടെ കർത്താവിനെ ഒന്ന് കുറേ 40 അടിയടിച്ചു. അവൻ്റെ പുറം ഉഴവ് ചാലുപോലെ കീറപ്പെട്ടു. എന്നിട്ട് ഗബതയുടെ കൽത്തളത്തിൽ നിന്ന് ആ ക്രൂശ് എടുത്ത് യേശുവിൻ്റെ തോളിലേക്ക് വെച്ചു കൊടുത്തു. ചരിത്രം പറയുന്നത് 8 അടി വീതിയും 12 അടി നീളവും 84 കിലോയുമുള്ള ക്രൂശ്. ഈ ക്രൂശുമായിട്ട് യേശു ഇങ്ങനെ ഗോൽഗോത്തയിലേക്ക് നടക്കുക. ആ യാത്രയിൽ 14 പ്രാവശ്യം യേശു വീഴുകയും എഴുന്നേൽക്കുകയും ചെയ്തു. ഗോൽഗോത്തയിലെത്തി. എത്തിയപ്പോൾ ആരോ പറഞ്ഞു, ഇവൻ യഹൂദന്മാരുടെ രാജാവാ. രാജാവിന് കിരീടം വേണ്ടായോ? വേണം. അതിനവരൊരു കിരീടം ഉണ്ടാക്കി. പൊന്നുകൊണ്ടല്ല, തങ്കം കൊണ്ടുമല്ല, ക്രൂസേര എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം മുള്ളുചെടിയുണ്ട് കേട്ടോ. പാലസ്തീനി മാത്രം കിട്ടുന്നതാണ് ക്രൂസേര. ഈ ക്രൂസേരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? ഉണങ്ങിയാൽ അതിൻ്റെ കരുത്ത് ഇരുമ്പിൻ്റെ കരുത്താവും. നമുക്കറിയാം സാധാരണ മുള്ള് ഉണങ്ങിയ ഒടി, പക്ഷേ ഇത് ഉണങ്ങുമ്പോൾ ആണി പോലാവും. ഈ മുൾച്ചെടി കൊണ്ട് ഒരു കിരീടം മെടഞ്ഞേച്ച് യേശുവിൻ്റെ തലയിലോട്ട് വെച്ചേച്ച് ചമ്മട്ടി കൊണ്ട് ഇത് അടിച്ചുറപ്പിച്ചു. എന്നിട്ട് കർത്താവിനെ പിടിച്ച് ക്രൂശിലോട്ട് കിടത്തി. എന്നിട്ട് കൈയുടെ ദണ്ട് ഇവിടെ, ശ്രദ്ധിച്ചേ, ദണ്ട് ഇവിടായിട്ട് ആണി അടിച്ച് കയറ്റിയത് 2 കയ്യിൽ. എന്നിട്ട് കാല് 2 കൂടെ പിണച്ച് വെച്ചേച്ച് പൊത്തയുടെ മേളി ആണി അടിച്ച് കയറ്റി. എന്നിട്ട് ക്രൂശിൻ്റെ തലപ്പൊക്കത്തോട്ട് കയറിട്ടേച്ച് ക്രൂശിങ്ങനെ പൊക്കുക. നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് പോസ്റ്റ് പൊക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇലക്ട്രിക് പോസ്റ്റ് പൊക്കുന്നത് കണ്ടിട്ടുണ്ടോ? കയറിട്ട്. എന്താ ഇലക്ട്രിക് പോസ്റ്റ് പൊക്കുമ്പോൾ സംഭവിക്കുന്നത്? പൊങ്ങി അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ചുവടി എന്ന് താഴോട്ടൊന്ന് വീഴത്തില്ലേ? ഈ ലോകത്തിലെ ഏറ്റവും സുഖകരമായ യാത്ര പ്ലെയിൻ യാത്രയാണ്. പക്ഷേ ഏത് പ്ലെയിനിൽ പോയാൽ എയർ കട്ടറി വരുമ്പോൾ പൈലറ്റ് ഒരു കാര്യം പറയും. എന്തോ പറയും? ബെൽറ്റ് ഇടാൻ പറയും. ബെൽറ്റ് ഇട്ടാലും പ്ലെയിൻ കട്ടറി ചാടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തെറിക്കും. അങ്ങനെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചേ, 2 കൈ ഇങ്ങനെ ക്രൂശെ കിടക്കുമ്പോൾ, അയ്യോ, കാലാണിയെ കിടക്കുമ്പോൾ, വേറെ ഒരിടത്തും പിടിയില്ലാത്ത കർത്താവ് ഈ ക്രൂശ് അങ്ങോട്ട് ചെന്ന് താഴുമ്പോൾ, അത് മാത്രമാണോ? 1-2 മണിക്കൂറാണോ കർത്താവ് ക്രൂശെ കിടന്നത്? 6 മണിക്കൂർ കൈ ഇങ്ങനെ ഉയർന്നു കിടക്കുക. സോക്കറ്റിൽ നിന്ന് കൈ പറഞ്ഞേച്ച് 7 ഇഞ്ച് വരെ ആ കൈക്ക് നീളം കൂടിയെന്നാ ചരിത്രകാരന്മാർ പറയുന്നത്. ഇതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ ദൈവസന്നിധിയിൽ ഇതൊക്കെ ഓർത്താ നമ്മൾ ആ കൈയൊക്കെ ഒന്ന് ഉയർത്തിക്കുക, ദൈവസന്നിധിയിൽ ഒന്ന് ഉയർത്തിക്കുക. അങ്ങനല്ല, 2 കൈ ഉയർത്തുക പ്ലീസ്. 2 കൈ ശരിക്കും ഉയർത്തുക. 50 ഡിഗ്രി ഒന്നും ഉയർത്താതെ 2 കരം ഉയർത്തുക. അനീഷ് പാസ് പ്രസംഗിച്ചതൊന്നും ഓർത്തില്ലേലും എപ്പോൾ കൈ ഉയർത്താൻ പറഞ്ഞാലും കാൽവറിയെ കണ്ടുകൊണ്ട് വേണം കൈ ഉയർത്താൻ. കാൽവറിയെ കണ്ടുകൊണ്ട് വേണം കൈ ഉയർത്താൻ. 2 കരം ഉയർന്നു നിൽക്കട്ടെ, ഉയർത്താവുന്നതിൻ്റെ മാക്സിമം. ഉള്ളുകൊണ്ടൊന്നും പറ മക്കളെ, എൻ്റെ യേശുവേ എന്നൊന്ന് പറ, എൻ്റെ യേശുവേ. കൈ താഴ്ത്തിക്കോ. എപ്പം കരം ഉയർത്തിയാലും കാൽവറിയെ കണ്ടുകൊണ്ട് വേണം ഉയർത്താൻ. സ്വത്രം. ഈ ക്രൂശെ കിടക്കുമ്പോഴും നമ്മുടെ കർത്താവ് പറഞ്ഞത് മുഴുവൻ എന്നോടും നിങ്ങളോടുമുള്ള സുവിശേഷ. 7 മൊഴികളാണ് കർത്താവ് പറഞ്ഞത്. നമുക്കറിയാം 7 മൊഴികൾ ഏതൊക്കെയാന്ന്. 1 ലൂക്കോസ് 23:34.
പിതാവേ ഇവരോട് ക്ഷമിക്കണം. 2 ലൂക്കോസ് 23:43, ഇന്ന് നീ എൻ്റെ കൂടെ പരദീസയിലിരിക്കും. 3 യോഹന്നാൻ 19:26, സ്ത്രീയെ ഇതാ നിന്റെ മകൻ. 4 മത്തായി 27:46, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്ത്. 5 യോഹന്നാൻ 19:28, ഐ തേസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. 6-ാമത്തെ മൊഴി യോഹന്നാൻ 19:29, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. 7-ാമത്തെ മൊഴി ലൂക്കോസ് 23:46, എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഫലമേൽപ്പിക്കും. ഈ 7 മൊഴി പോലും എന്നോടുള്ള സുവിശേഷം. ഇതാരംഭിക്കേണ്ടത് 5-ാമത്തെ മൊഴിയിൽ നിന്ന്. ശ്രദ്ധിച്ച് കേൾക്കണേ, എനിക്കറിയാം നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുന്നത്. എന്താ 5-ാമത്തെ മൊഴി? 5-ാമത്തെ മൊഴി, എനിക്ക് ദാഹിക്കുന്നു. ഐ തേസ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ, ജീവിതത്തിൻ്റെ സ്വകാര്യ നൊമ്പരങ്ങളുടെ മുമ്പിൽ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? ഇന്നും ഇവിടെ പലരെ മുമ്പിൽ ചിരിക്കുമ്പോഴും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ട് അല്ലേ? ഒരു വിദ്യാഭ്യാസ സഹായം, ഒന്ന് പഠിക്കാൻ, ഒന്നുകൂടെ ഒരു ജോലി. ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യരായ മനുഷ്യരെല്ലാം ദാഹിക്കും. ദാഹിക്കുന്ന മനുഷ്യൻ ഇങ്ങനെ കാത്തിരിക്കുക, ആരെയും സഹായിക്കും. ആരുമില്ലാത്തവന് ദൈവം തുണയെന്ന് കേട്ടിട്ടുണ്ട്. ദൈവം പോലും വരുന്നില്ലെന്ന് കണ്ടപ്പോൾ 4-ാമത്തെ മൊഴി ഉറക്കെ ചോദിക്കുക, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ടതെന്താ? ഏറ്റവും കൈവിടപ്പെട്ടവനാണെന്നുള്ള തോന്നലിൽ കാൽവറി കിടന്നുകൊണ്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ടു ഏറ്റവും കൈവിടപ്പെട്ട 2 പേർ. മറ്റാരുമല്ല, ഒന്ന് സ്വന്തം അമ്മയാ, നൊന്തു പ്രസവിച്ച കുഞ്ഞ് ക്രൂശെ കിടന്ന് തൂങ്ങിയാടുമ്പോൾ നെഞ്ചിനകത്ത് വാള് വഹിക്കുന്ന അമ്മ. 2 കണ്ടു സ്വന്തം കൂടപ്പുറപ്പ് മാറി നിൽക്കുക. കൈവിടപ്പെട്ടവർ, ഏറ്റവും കൈവിടപ്പെട്ട 2 പേര് നിൽക്കുന്നത് കണ്ടപ്പോൾ കാൽവറി കിടന്നുകൊണ്ട് കർത്താവ് പറയാ സുവിശേഷം, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ, ഇതാ കാൽവറി. ഏത് കൈവിടപ്പെട്ടവനും കൂട്ടനുവദിക്കുന്ന സ്ഥലമാ കാൽവറി. സ്വന്തം കൂടപ്പുറപ്പിന് കൂട്ടുകൊടുക്കുന്നത് കണ്ടപ്പോൾ തൊട്ടപ്പുറത്ത് കിടന്ന് ഒരുത്തൻ ചോദിക്കുക, എനിക്ക് കൂട്ട് കിട്ടുമോ? ഞാൻ ലേറ്റായോ? ഞാൻ ഒത്തിരി കള്ളത്തരമൊക്കെ ചെയ്തോനാ. അപ്പം പറഞ്ഞു, യു ആർ നോട്ട് ലേറ്റ്, നീ താമസിച്ചിട്ടല്ലടാ, ഇന്ന് നിനക്ക് ഞാൻ കൂട്ടുതരും. ഇന്ന് ഞാൻ നിന്നെ ഇരുത്തും. എവിടെ ഇരുത്തും? പർദീസയിൽ ഇരുത്തും. ചെറിയ കാര്യമാണോ ഇത്? ചെറിയ കാര്യമാണോ ഇത്? പർദീസ. എൻ്റെ മക്കളെ, തിരുവല്ലയിൽ ഇരുത്തുമെന്നല്ല, പർദീസ അമേരിക്കയിൽ ഇരുത്തുമെന്നല്ല. നമ്മുടെ ജനറൽ സെക്രട്ടറി ടിപ്സൺ, അവന് ഈ ക്യാമ്പ് കഴിയുമ്പോൾ അമേരിക്ക എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞ് എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ മോനെ? പറ്റത്തില്ല, അമേരിക്കയെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോഴാ പർദീസ ചെറിയ കാര്യമാണോ? ഈയോ മഹാപ്രപഞ്ചം 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പമുള്ളതാ ഈ മഹാപ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ 8,64,000 മൈൽ പ്രകാശവർഷം വ്യാസത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന സൂര്യൻ നിപ്പുണ്ട്. തൊട്ടപ്പുറത്ത് 3,475 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ നിപ്പുണ്ട്. എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിനും 4 ലക്ഷത്തിനിടയിൽ പൂച്ചെടികൾ, 4,000-നും 5,000-നും ഇടയിൽ പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെയെല്ലാം ഉളവാകട്ടെന്ന ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാദൈവം. ഇങ്ങനൊരു ദൈവത്തെ അറിഞ്ഞപ്പോഴാ പൗലോസൊക്കെ പറഞ്ഞത്, ജീവനുള്ള സത്യദൈവത്തെ സേവിക്കാൻ എത്ര പേർക്ക് അഭിമാനമുണ്ട്? ഇങ്ങനൊരു ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന എത്ര പേർ? മക്കളെ, 5-6 പേര് കൂടി എന്തേലും ഒരു മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കി എവിടെയും കൊണ്ട വെച്ചിരിക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച മഹാദൈവം എൻ്റെ പിതാവാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന എത്ര പേർ? ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ പ്രപഞ്ചത്തിൽ ശ്രദ്ധിച്ച് കേൾക്കണേ, പ്രപഞ്ചത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാ? സൂര്യനാ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലെ എത്ര ദൂരാ? 9.5 കോടി കിലോമീറ്റർ. അതിനപ്പുറത്തുള്ളത് ഏതാ? പ്രോക്സിമ സെഞ്ചുറി. എത്ര ദൂരം? 4.25 ദശലക്ഷം ലൈറ്റ് ഇയേഴ്സ്. അതിനുശേഷം എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സി, നീലാകാശം, ഇതെല്ലാം കഴിഞ്ഞ പർദീസ. ആ ക്രൂശെ കടന്നുകൊണ്ട് ഒരുത്തനോട് പറയാ, ഞാൻ നിന്നെ പർദീസയിൽ ഇരുത്താമെന്ന്. എന്തോ ഇത്?
ഇപ്പോ ഉള്ളതിൽ ഏറ്റവും സ്പീഡുള്ളത് ഫെറാറിയുടെ വണ്ടിയല്ല. ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും സ്പീഡുള്ളത്, മനുഷ്യൻ കണ്ടുപിടിച്ചതിൽ ഏറ്റവും സ്പീഡുള്ളത് സ്പേസ് ഷട്ടിലാ. എല്ലാവരും കയറിയിട്ടില്ല, 4 പേരാവത്തല്ല ഇങ്ങോട്ട് വന്നത്. 17,000 കിലോമീറ്റർ മുതൽ 27,000 കിലോമീറ്റർ വരെ വേഗത്തിൽ പോകുന്ന സാധന സ്പേസ് ഷട്ടില്. ആ സ്പേസ് ഷട്ടില് 4 പേര് ഈ സ്പേസിൽ നിന്ന് ഭൂമി വന്നു. സ്പേസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്ററിനകത്ത് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു സംവിധാനമാണ് സ്പേസ്. ആ സ്പേസിൽ നിന്ന് അതെ അവർ 27,000 കിലോമീറ്റർ വേഗത്തിൽ വരുന്ന വണ്ടിയെ വന്നിട്ട് ഫ്ലോറിഡയിലെ കടലിൽ ഇറങ്ങാൻ എത്ര സമയം എടുത്തെന്ന് നിങ്ങൾക്കറിയാമോ? 17 മണിക്കൂർ എടുത്തു. ആ സാധനത്തില് സൂര്യനിൽ പോണേൽ 9 കോടി കിലോമീറ്റർ, 175 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വന്നിട്ട് 17 മണിക്കൂർ എടുത്തെങ്കിൽ ആ സാധനത്തെ സൂര്യനിൽ പോണ എത്ര സമയം എടുക്കും? അത് കഴിഞ്ഞ് 4.25 ദശലക്ഷം കിലോമീറ്റർ അപ്പുറത്ത് നിൽക്കുന്ന പ്രോക്സിമ സെഞ്ചുറി ചെല്ലണ എത്ര സമയം എടുക്കും? അത് കഴിഞ്ഞ് എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സി, നീലാകാശം, ഇതെല്ലാം കടന്ന് യേശു വസിക്കുന്ന നാട്ടിൽ പർദീസ ചെല്ലാൻ പൗലോസിനോട് ഞാൻ ചോദിച്ചു സമയം എത്ര എടുക്കും? അപ്പൊ പൗലോസ് എന്നോട് പറഞ്ഞു കാഹളം ധ്വനിക്കും. എല്ലാവരും ഒന്ന് ചേർന്ന് പറ, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും. പെട്ടെന്ന് കണ്ണിവെക്കുന്നതിനിടെ എന്റെ പ്രസംഗം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ദൈവത്തോടൊപ്പം നടന്നാൽ ഭൂമി കിട്ടുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അപ്പുറത്ത്, ക്രിസ്തുവിൽ വസിച്ചാൽ ഭൂമി കിട്ടുന്ന എല്ലാ സൗകര്യങ്ങൾക്കും അപ്പുറത്ത് ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ അപ്പം ദൈവത്തോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരുത്തന് മാത്രമേ കാഹളം കേൾക്കുമ്പോൾ എടുക്കപ്പെടാൻ പറ്റത്തുള്ളൂ. നിത്യരാജ്യത്തിൽ പോണോ? ദൈവത്തോടൊപ്പം നടക്കണം. പേര് നിലനിൽക്കണോ? ദൈവത്തോടൊപ്പം നടക്കണം. അപ്പൊ പേര് നിൽക്കാനും നിത്യത പോകാനും ഒറ്റ വഴി, ദൈവത്തോടൊപ്പം നടക്കുക. മനസ്സിലായവർ മാത്രം അക്കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇനി നിങ്ങളുടെ ചോയ്സാ. കണ്ണുകൾ അടച്ചു, ബൈബിൾ അടച്ചു. നമ്മൾ ഇന്ന് പകൽ കർത്താവിനെ ആരാധിക്കാൻ പോവാ. ഒത്തിരി സന്തോഷ നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനെ പാടുന്നു. അവർ പാടാൻ പോവാ. അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കുക, പേര് നിലനിർത്താൻ പട്ടണം പണിത കൈയിൻ്റെ തലമുറയുടെ ഭാഗമാകാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? അതോ ദൈവത്തോടൊപ്പം നടന്ന് ദൈവത്താൽ എടുക്കപ്പെട്ട ഹാനോക്കിൻ്റെ ഭാഗമാകാനാണോ നിങ്ങൾ തീരുമാനിക്കുന്നത്? ജീസസ്. പുഷ്പം കണ്ടെത്തിയേ ആയിരങ്ങളിൽ ഏറ്റവും സുന്ദര തുമ്പം ദുഃഖങ്ങളാതിൽ ആശ്വാസം നൽകുന്നോ ഭാരമെല്ലാം ചുമക്കാമെന്നേ ആ രണ്ട് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറ, ഞാൻ കണ്ടെത്തി
തലമുറ തീരുമാനിക്കുക, പേരെടുക്കാൻ ഞങ്ങളൊന്നും ചെയ്യത്തില്ല, ദൈവത്തോടൊപ്പം നടക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് കാണിച്ച മാതൃക പോലെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തോടൊപ്പം നടക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്നു. തീരുമാനമുള്ളവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്ക്. ആ രണ്ട് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലോകരെല്ലാം കൈവടിഞ്ഞാൽ ശോകഭാരം ഏറെ യേശുരൻ രക്ഷകൻ താങ്ങും താണേലും. ഒരു കാര്യം കൂടെ സോറി. ആ വരിയൊക്കെ കേൾക്കുമ്പോൾ ഞാൻ അതെങ്ങനെ പറയാതിരിക്കും. ഞങ്ങളുടെ റാന്നിന്ന് 3 അപ്പച്ചന്മാര് ദൈവത്തെ ശ്രമിക്കാനായിട്ട് ഇറങ്ങി. വളയനാട്ട് പുന്നച്ചൻ, വള്ളത്തിട്ടച്ചൻ, പുതുപ്പറമ്പിൽ അവറാച്ചൻ. ഈ വളയനാട്ട് പുന്നച്ചാനും പുതുപ്പറമ്പിൽ അവറാച്ചനും വള്ളത്തെ ഇട്ടച്ചനും വെല്ലുവിളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുടക്ക് കൽപ്പന വായിച്ചു, ഇവരോട് ഇനി സഹകരിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ വളയനാട്ട് പുന്നച്ചന്റെ 5ാം തലമുറക്കാരൻ ഡാളസിൽ പാസ്റ്റർ ലിബിനെ ഞാൻ കണ്ടു. ലിബിനെ പ്രകാം അറിയാം മോനെ, 6000 പേര് കൂടുന്ന ഇംഗ്ലീഷ് ചർച്ചിന്റെ പാസ്റ്റർ, ബെൻട്രി ചർച്ചിന്റെ പാസ്റ്റർ ലിബിന്റെ കൂടെ ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ലോകരെല്ലാരും കൈവെടിഞ്ഞാലും എനിക്കെല്ലാമായവനെ എത്ര ചെറുപ്പക്കാർ ഇന്ന് മകൻ തീരുമാനിക്കും. യേശുവിൽ ഞാൻ കണ്ട് ലോകരെല്ലാം കൈവടിഞ്ഞാലും ശോകഭാരം ഏറിയാകും. യേശു രക്ഷകൻ താങ്ങും താണേലുമായി. അവനെന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരം എല്ലാം ചുമക്കാമെന്നെ ശാരോനിൻ വഴിയിൽ പുഷ്പം യേശുവിനോട് മാത്രം സംസാരിക്കുക, വേറെ ആരെയും ശ്രദ്ധിക്കാതെ. പാതിരായിരങ്ങൾ ഏറ്റം സുന്ദരമേ, പാതിരായിരങ്ങൾ ഏറ്റം സുന്ദരമേ. ഈ ജീവിതയാത്ര യേശുവിനോടൊപ്പം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനമുള്ളവർ നിങ്ങളുടെ കരം 2 ഉയർത്തിപ്പിടിച്ചു. യെസ്, ക്രിസ്തുവിൽ വസിപ്പാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. മൃത്യുവിൽ വരെ കൈവിടാതെ ലോകാവസാനത്തുള്ള എല്ലാ നാളും എൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവ്, പിതാവേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളിന്ന് കേട്ട സന്ദേശം, കയ്യൻ പേര് നിലനിർത്താൻ പട്ടണം പടുന്നു. പക്ഷെ പട്ടണവും ഇല്ല, പേരുമില്ല. അങ്ങനെ ഒരു പട്ടണം പോലും ഭൂമിയിലില്ല. എന്നാൽ അതേ പേരുള്ള ഒരുത്തൻ ദൈവത്തോടൊപ്പം നടക്കാൻ തീരുമാനിച്ചു, ദൈവത്തോടൊപ്പം വസിക്കാൻ തീരുമാനിച്ചു. അവൻ്റെ തലമുറ പ്രളയാനന്തര ഭൂമിയെ ജയിച്ചു. എല്ലാറ്റിലുപരി ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതായി. കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ കാണിച്ചു തന്ന മാതൃകയ്ക്കനുസരിച്ച് ഈ തലമുറയിൽ ഞങ്ങളെ സെൽഫ് പ്രൊമോട്ട് ചെയ്യാതെ ദൈവത്തോടൊപ്പം നടക്കാൻ ഞങ്ങളെ സഹായിക്കണം. അതിന് തീരുമാനമുള്ള ഈ മക്കളെ എല്ലാം ദൈവദാസൻ എന്ന നിലയിൽ
മനസ്സ് തുറന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഇവർ കർത്താവിൽ പ്രസിദ്ധരാകട്ടെ, ഇവർ ലോകത്തിൽ ഉന്നതരാകട്ടെ, ഇവർ തലമുറയെ സ്വാധീനിക്കുന്ന ദൈവമനുഷ്യരാകട്ടെ, ഇവർ തിന്മയ്ക്ക് അജ്ഞാനികളും നന്മയ്ക്ക് ജ്ഞാനികളുമാകട്ടെ. ഇവരുടെ കണ്ണുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ കാണട്ടെ, ഇവരുടെ കാതുകൊണ്ട് ഇവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കട്ടെ. ഇവർ ഈ തലമുറയിൽ ദൈവരാജ്യത്തിന് അനുഗ്രഹമാകട്ടെ, ഇവർ ദൈവസഭയ്ക്ക് പ്രയോജനപ്പെടട്ടെ. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ഇവരെല്ലാവരും ദൈവരാജ്യത്തിൽ ഉപയോഗിക്കപ്പെടട്ടെ. സഹായിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് നിങ്ങളെ ഒത്തിരി സഹായിക്കട്ടെ. ഈ അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി.